ഞാനും മദർശാനും കൂടിയിട്ട് അച്ചാച്ചനെ കാണാൻ പോകട്ടോ. അച്ചാച്ച ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മാറി വരുന്നു അച്ചാച്ചൻ്റെ അസുഖമൊക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ബൈക്കോ കാറോ എടുത്തിട്ടാണ് പോവാറ്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ വലിച്ചിൻ്റെ വീട്ടിലേക്ക്. റോട്ടിൽ കൂടെ പോവാച്ചെങ്കിൽ കുറച്ച് വളഞ്ഞു പോകണം. നമ്മളിതുപോലെ പറമ്പിൽ കൂടെ പാടം കയറി പോവാച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ വലിച്ചിൻ്റെ വീട്ടിലേക്ക് എത്തൂട്ടോ. ഇത് ഞാൻ പോകുമ്പോൾ ആദർശാന് കുറേ നൊസ്റ്റു പറയാനുണ്ടാവും കേട്ടോ. ആദർശേട്ടൻ പാമ്പിനെ കണ്ടതും മൂടിയതും അങ്ങനെ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. പിന്നെ ഞാനും തുടങ്ങും ഞങ്ങളുടെ അവിടെ പാടത്ത് പോണതും മീൻ പിടിക്കണതുമായ ഓരോരോ കഥകൾ ഇങ്ങനെ പറയൂട്ടോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നല്ല രസമാണ് കേട്ടോ അങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോണ വഴിക്ക് വാഴയ്ക്ക് മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തതാണ് കേട്ടോ, ഈ പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ തോറ്റുപോയി കേസ്. ഞാൻ അങ്ങനെ കൊണ്ട് ചാടി ചാടി നടന്നു. അങ്ങനെ ഇതാ ഈ കയറ്റമൊക്കെ കയറി കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ വെലിച്ചിൻ്റെ വീട് ഇത് കാണുന്നതാണ് കേട്ടോ വെലിച്ചിൻ്റെ വീട്. ബാക്കിൽ കൂടെയാണ് കയറി ചെല്ലണേ. അപ്പോൾ ഞാനും ആദർശാനും കൂടിയിട്ട് ഇതേ പാമ്പൊക്കെ ഉണ്ടോ എന്നുള്ള പേടിയിട്ടോ അങ്ങനെ നോക്കി ഞങ്ങൾ കയറി. ആദർശയുടെ മുന്നേ കയറിപ്പോയി. പിന്നെ നമ്മൾ അച്ചാച്ചനെ ചെന്ന് വിളിച്ചു നോക്കി. അച്ചാച്ചൻ കെടുക്കായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അച്ചാച്ചൻ വേഗം എണിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഉമ്മർത്തൊക്കെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അച്ഛൻ്റെ കാലും കണ്ടോ നല്ല നീരുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് നടന്നിട്ട് തന്നെയാണല്ലോ. അപ്പോൾ പാടം കയറി വരുമ്പോൾ പോകുമ്പോൾ ഞങ്ങളൊരു പേരക്ക നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പേരക്കൊക്കെ പൊട്ടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ നാടൻ പേരക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കുരു ആയാലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പേരക്കൊക്കെ തിന്നിട്ട് വീട്ടിലേക്ക് അയമ്പാടി നടന്നു പോകട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.